ദുബായിലെ ബിസിനസ് ബേയിൽ പ്രവർത്തിച്ചിരുന്ന ഗൾഫ് വെസ്റ്റ് കൊമേഴ്ഷ്യൽ ബ്രോക്കേഴ്സിന്റെ കെട്ടിടം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. ഇതോടെ നിക്ഷേപകർ ആശങ്കയിലായിരിക്കുകയാണ്. മലയാളികൾ ഉൾപ്പെടെ നിരവധി പ്രവാസികളും സ്വദേശികളും നിക്ഷേപിച്ചിരിക്കുന്ന തങ്ങളുടെ സമ്പാദ്യം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ്. കഴിഞ്ഞ മാസം അവസാനം വരെ 40 ജീവനക്കാരാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ ഇവിടം ശൂന്യമാണ്. തറയിലാകെ പൊടിയും ഭിത്തികളിൽ ഇലക്ട്രിക് വയറിംഗ് വിച്ഛേദിച്ച നിലയിലുമാണ്. നിക്ഷേപകരോട് ഇതു സംബന്ധിച്ച യാതൊരു വിശദീകരണങ്ങളും കമ്പനി അധികൃതർ നൽകിയിട്ടില്ല. ഒരു ദിവസം പൊടുന്നനെ കമ്പനി അപ്രത്യക്ഷമാവുകയായിരുന്നു. മലയാളികളായ മുഹമ്മദും ഫയാസ് പൊയിലും 64 ലക്ഷം രൂപയാണ് ഈ കമ്പനിയിൽ നിക്ഷേപിച്ചിരുന്നത്. വിവരങ്ങൾ ഒന്നും ലഭിക്കാത്തതിനെ തുടർന്ന് കമ്പനി പ്രവർത്തിച്ച കെട്ടിടത്തിൽ വന്ന് നോക്കിയപ്പോഴാണ് ഇരുവരും അതിശയിച്ചു പോയത്. ഇങ്ങനെ ഒരു കമ്പനി ഇവിടെ പ്രവർത്തിച്ചിരുന്ന പോലുമില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഓഫീസ് ശൂന്യമാണ്. ഞങ്ങൾ ഇവരുമായി ബന്ധപ്പെടാൻ അറിയാവുന്ന പല നമ്പറുകളിലും ബന്ധപ്പെട്ടു. ആരും ഫോൺ എടുക്കുന്നില്ല. ഓഫീസിൽ വന്ന് നോക്കിയപ്പോൾ ഇവിടെയും ആരുമില്ല, ഇരുവരും പറഞ്ഞു. നിക്ഷേപ കമ്പനിയുടെ മറവിൽ നടന്ന തട്ടിപ്പ് ഇതോടെയാണ് വെളിച്ചത്തു വന്നത്. അനധികൃത ഓൺലൈൻ പ്ലാറ്റ്ഫോമായ സിഗ്മ 1 ക്യാപിറ്റലിലേക്ക് നിക്ഷേപിക്കാൻ ക്ലയന്റുകളെ ഗൾഫ് വെസ്റ്റ് കൊമേഴ്ഷ്യൽ ബ്രോക്കേഴ്സ് നിർബന്ധിക്കുമായിരുന്നു എന്ന് ഇന്ത്യക്കാരനായ സഞ്ജീവ് പറയുന്നു. ഇതിൽ നിക്ഷേപിക്കുന്നത് പൂർണ്ണമായും സുരക്ഷിതമാണെന്നും കൃത്യമായി ഇതിൽ നിന്നും വരുമാനം ലഭിക്കുമെന്നും പറഞ്ഞ് നിർബന്ധിച്ചാണ് തന്നെ കൊണ്ട് സിഗ്മ ക്യാപിറ്റലിൽ നിക്ഷേപം നടത്തിച്ചതെന്നും സഞ്ജീവ് പറഞ്ഞു. മലയാളിയായ മുഹമ്മദിന് 42 ലക്ഷത്തിലധികമാണ് നഷ്ടമായിരിക്കുന്നത്. ഗൾഫ് വെസ്റ്റ്, സിഗ്മ 1 എന്നീ പേരുകൾ പരസ്പരം മാറി മാറി ഇവിടുത്തെ സ്റ്റാഫുകൾ പറഞ്ഞിരുന്നെന്നും രണ്ടും ഒരു കമ്പനിയാണെന്ന് പറഞ്ഞിരുന്നതായും മുഹമ്മദ് പറഞ്ഞു. ഇരു കമ്പനികൾക്കെതിരെയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സിഗ്മ 1 ക്യാപിറ്റൽ DFSA അംഗീകാരമില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സെന്റ് ലൂസിയ രജിസ്ട്രേഷനും മുസല്ല ടവറിൽ ബർ ദുബായ് ഓഫീസും ഉണ്ടെന്നാണ് കമ്പനി അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഒരു കമ്പനിയോ ഓഫീസോ പ്രവർത്തിക്കുന്നില്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. സംഭവത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുവരികയാണ്.